ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അവിടെ നാട്ടികയിൽ നിന്ന് റാഫി കരീമുണ്ട്. റാഫി, തൃശ്ശൂരിൽ എങ്ങനെയാണ് പോളിംഗ്? പലയിടത്തും ത്രികോണ പോരാട്ടം തന്നെ ശക്തമായി നടക്കുന്ന പഞ്ചായത്തുകളുണ്ട്. കോർപ്പറേഷനിലടക്കം വാശിയേറിയ മത്സരം ഇത്തവണ നടക്കുന്ന ഇടമാണ് തൃശ്ശൂർ. എന്താണ് അവിടുത്തെ ഒരു പോളിംഗിന്റെ നിലവാരം? നിലവിൽ പോളിംഗ് 58% എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ കനത്ത തിരക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നു. രാവിലെ അല്പം ഒന്ന് വൈകി ഒരു പോളിംഗ് ശതമാനം ഒന്ന് ഉയരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പിന്നീട് 1 മണിവരെ ശക്തമായ തിരക്കും ശക്തമായ പോളിംഗും ജില്ലയിൽ നടന്നിട്ടുണ്ട്. നിലവിൽ 2:15 വരെയുള്ള ഔദ്യോഗിക കണക്ക് പ്രകാരം 56.14% പോളിംഗ് ഉള്ളത്. 1 മണിക്ക് ശേഷം പോളിംഗിൽ അല്പം ഒന്ന് ഒരു വേഗത ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ ഉണ്ടായിരുന്ന ഇരിങ്ങാലക്കുട ഒപ്പം തന്നെ അന്തിക്കാട് ഭാഗങ്ങളിലെല്ലാം അരമണിക്കൂറോളം കാത്തുനിന്നായിരുന്നു ആളുകൾ വോട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഉച്ചയോട് കൂടി ആ ക്യൂ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് അധികം കാത്തു നിൽക്കാതെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം എല്ലാം ശക്തമായ പോളിംഗ് ജില്ലയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. രാവിലെ ആ നിലയിൽ തന്നെ ശക്തമായ പോളിംഗ് ഉണ്ടായിരുന്നു. ജില്ലയിലെ പ്രമുഖരെല്ലാവരും തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ജില്ലയിലെ മന്ത്രിമാരായ മന്ത്രി ആർ ബിന്ദു ഒപ്പം തന്നെ കെ രാജൻ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി ആർ ബിന്ദു കേരളവർമ്മ കോളേജിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അടക്കമുള്ളവർ കേരളവർമ്മ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി രാജൻ അന്തിക്കാടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ സിനിമാ താരങ്ങളായ ഇടവേള ബാബു, ടൊവിനോ തോമസ് എന്നിവർ ഇരിങ്ങാലക്കുടയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നാട്ടികയിൽ ഇവിടെ MA യൂസഫിൽ അല്പസമയത്തിനകം അദ്ദേഹം വോട്ട് ചെയ്യാനെത്തും. ഹോങ്കോങ്ങിൽ നിന്നാണ് അദ്ദേഹം വോട്ട് ചെയ്യാനായി തൃശ്ശൂർ നാട്ടികയിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം കൊച്ചിയിലെത്തും. അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹം എത്തുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വോട്ടിംഗ് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമായ സംഘർഷ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 ഇടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലാതെ കാര്യമായ പ്രശ്നങ്ങൾ എവിടെയും പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ രാവിലെ ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായിരുന്നു. എന്നാൽ അതും കാര്യമായി വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. തകരാറിലായ സ്ഥലങ്ങളിൽ ഒരു 10-20 മിനിറ്റിനകം തന്നെ പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ച് വോട്ടിംഗ് തുടരാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനപരമായി കൊണ്ട് ശക്തമായ പോളിംഗോടുകൂടി തന്നെ വോട്ടിംഗ് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 27 ദിവസം നടത്തിയ പ്രചരണം അത് അവർക്ക് വലിയ ഗുണമായിട്ടുണ്ട്. അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ശക്തമായ പോളിംഗ് നൽകുന്ന ഒരു സൂചന. ഒപ്പം തന്നെ ഈ പോളിംഗ് ഉയരുമ്പോൾ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസവും അല്പം ആശങ്കയുമുണ്ട്. കാരണം ഏതെല്ലാം ഭാഗങ്ങളിലാണ് പോളിംഗ് കൂടുന്നത് എന്നുള്ളത്. തീർച്ചയായും ഇനിയുള്ള മണിക്കൂറുകൾ അങ്ങനെ കൂടിയാണ്. തങ്ങളുടെ വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്തോ എന്ന് ഉറപ്പിക്കുന്ന കണക്കെടുപ്പ് നടത്തിയ ഒരു പോളിംഗിലേക്ക്, അല്ലെങ്കിൽ ഉറപ്പായും ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള വോട്ടുകൾ വോട്ടേഴ്സിനെ കൊണ്ടുവന്ന് പോൾ ചെയ്യിക്കുന്ന മണിക്കൂറുകളാണ് ഇനി പോളിംഗ് ബൂത്തുകളിൽ കാണാൻ പോകുന്നത്. എന്നാലും MA യൂസഫലി അടക്കം വിദേശത്ത് നിന്ന് വന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണ് നാട്ടികയിലെ പോളിംഗ് ബൂത്തിലേക്ക്. അപ്പോൾ ആരും മടിക്കരുത്, എല്ലാവരും ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക. ശക്തമായ പോളിംഗ് ഉണ്ടാവട്ടെ. നമ്മുടെ ജനാധിപത്യത്തിന്റെ കരുത്ത് ഉയർന്ന പോളിംഗ് ശതമാനത്തിലൂടെ ഇനിയും ഉയരെയാവട്ടെ, അല്ലെങ്കിൽ കൂടുതൽ കരുത്ത് ഉറ്റതാവട്ടെ നമ്മുടെ ജനാധിപത്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.